മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇന്ന് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്കുള്ള പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. പള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലവുമായിട്ട് പന്തം കൊളുത്തി പ്രകടനമായിട്ട് പ്രതിഷേധ ജാഥ നയിച്ചുകൊണ്ട് എത്തുന്നത്. പള്ളുരുത്തി പോലീസ് സ്റ്റേഷന് മുൻപിൽ പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് സ്റ്റേഷൻ സംരക്ഷിക്കുവാനായിട്ടുള്ള ആ ഒരു പ്രവർത്തനവുമായിട്ട് പോലീസും നിലയുറപ്പിച്ചിട്ടുണ്ട്. കുമാറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പെണ്ണുപിടിയനായ പി ശശിയെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നു വച്ച് ഈ നാട് മുഴുവൻ മാഫിയ സംഘങ്ങളെ പോലെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ പ്രവർത്തിക്കുന്ന ഈ ആളുകളുടെ പ്രവർത്തനങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണ് അജിത് കുമാറിനെയും പി ശശിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കാത്തത്. കേരളത്തിലെ പോലീസിൽ ഭൂരിഭാഗം ആളുകളും അവർ മാന്യമായി തൊഴിലെടുക്കുന്ന ആളുകളാണ്. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്നവരാണ്. പക്ഷേ ഒരു പറ്റം പോലീസുകാർ കാക്കിയിട്ട് കാണിക്കുന്ന നെറികേടുകൾ കൊണ്ട് കേരളത്തിലെ യഥാർത്ഥ രീതിയിൽ പണിയെടുക്കുന്ന ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന പോലീസുകാർക്ക് വരെ തല നിവർത്തി നെഞ്ചു നിവർത്തി നിന്ന് അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരൻ RSS ഏതാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ ഏതാണെന്ന് ചോദിച്ചാൽ വേർതിരിച്ച് കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. RSSനെയും BJPയെയും വിജയിപ്പിക്കാൻ കേരളത്തിന്റെ ഭരണപഥത്തിൽ ഇരുന്നു കൊണ്ട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ പശ്ചിമ ബംഗാളും ത്രിപുരയും എങ്ങനെയാണ് CPMനെ കൈവിട്ടത്, അതുപോലെ ആയിരിക്കും കേരളത്തിലും നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നട്ടലുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ പാർട്ടിയിലുണ്ടാവും. നട്ടലുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചോദിക്കുമായിരുന്നില്ലേ, ഈ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് RSSന് വേണ്ടി വിടുപണി ചെയ്യാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് ഈ കൊള്ള സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് ചോദിക്കാൻ നട്ടലുള്ള ഒരു CPMകാരനും ഇന്ന് CPMനകത്തില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പന്തം കൊളുത്തി പ്രകടനങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്കും 5 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ ഈ പോലീസ് ഓഫീസിന്റെ ആസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ കടന്നു വരുമ്പോൾ കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഈ സർക്കാരുമായി കൂട്ടുചേർന്നുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരണവുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു കള്ളനായിട്ടുള്ള അജിത് കുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി ആവശ്യപ്പെടുന്നത്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. കേരളമാകെ പ്രതിഷേധം, കേരളമാകെ പ്രതിഷേധം. അഴിമതി വീരൻ കത്തട്ടെ.
പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചിരിക്കുകയാണ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജാഥ ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മറിച്ചിടുവാനും പോലീസിന് നേരെ അതിക്രമമായിട്ട് വന്നിരിക്കുകയാണ്. പോലീസിന് നേരെ മുട്ടയെറിയുന്ന ഒരു പ്രതിഷേധം വരെ ഇവർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കൊച്ചി പള്ളുരുത്തിയിൽ നിന്നും ന്യൂസ് ടുഡേക്ക് വേണ്ടി റിഡ്ജൻ റിബൽ.